സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ നാവ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. രണ്ട് ചുണ്ടുകളും പിന്നെ നാവും നിങ്ങൾക്ക് നാം തന്നില്ലയോ? രണ്ട് ചുണ്ടിന് പിന്നിലായിട്ട്, പല്ലുകൾക്ക് പിന്നിലായിട്ടല്ലേ നമ്മുടെ നാവ്. അല്ലാഹു ഖദ് ജഅലൽ ലിസാന മുഖയ്യദാ ഖൽഫ അശ്ശഫാഇ വമുഹ്കമിൽ അസ്നാനി. അല്ലാഹു അതിനെ പടച്ചത് തന്നെ രണ്ട് ചുണ്ടുകൾക്കും അതിന്റെ പിന്നിൽ പല്ലുകൾക്കും ഇടയിൽ പിന്നിലായിക്കൊണ്ടാണ്. അതിന് കാരണം അത് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അല്ലാഹനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവനാണെങ്കിൽ, മുഅ്മിനാണോ എങ്കിൽ ഫൽയഖുൽ ഖൈറാ, അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ. നല്ലത് പറയാനില്ലെങ്കിലോ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ. ഇതാണ് മുഅ്മിനിന്റെ സ്വഭാവം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നാവിനെ സൂക്ഷിക്കാനല്ലേ വായിൽ കല്ലിട്ടുകൊണ്ട് നടന്നത്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് ബിൻ വാസിഅ തങ്ങൾ പറയുന്നുണ്ട്, യാ അബാ യഹ്യാ ഹിഫ്ളുൽ ലിസാൻ, ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നത് അശദ്ദു അലന്നാസ്, മനുഷ്യന് ഏറ്റവും പ്രയാസമാണ്, മിൻ ഹിഫ്ളിദ് ദീനാരി വദ്ദറാഹിം, ദിർഹമിനെയും ദീനാറിനെയും സൂക്ഷിക്കുന്നതിനേക്കാളും പ്രയാസം നാവിനെ സൂക്ഷിക്കലാണ്.